വ്ളാഡിമിർ പുടിൻ ഉക്രൈൻ, അതുപോലെ തന്നെ ഗസ ബെഞ്ചമിൻ നെതന്യാഹു. ഞാൻ ചിന്തിച്ചു നോക്കണം, ആരും ചിന്തിക്കാത്ത കാര്യങ്ങളൊന്നല്ല. ഈ വ്ളാഡിമിർ പുടിന്റെ പകരം റഷ്യൻ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു ആയിരുന്നെങ്കിൽ മൂപ്പര് നൈസായിട്ട് ഒന്നും നോക്കില്ല, ആണവായുധം പ്രയോഗിച്ചാല് യുക്രൈന്റെ മേലെ. അതാണ്. അപ്പൊ എന്തുകൊണ്ട് തന്നെ ഗസന്റെ മേലെ അങ്ങനെ അത്രയും ക്രൂരനാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്നാ ഗസക്ക് നേരെ ഈ ആണവായുധം പ്രയോഗിച്ചുകൂടെന്നൊക്കെ വിചാരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടാവും. അതിന് പറ്റൂലല്ലോ. കാരണം ഈ ഗസ എന്ന് പറയുന്ന ആ ഒരു സ്പേസ്, അതൊരു രാജ്യമായിട്ടോ അതല്ലെങ്കിൽ അതൊരു മേഖല ആയിട്ടോ ഒന്നും പറയാൻ പറ്റില്ല. ഒരു പരിസരം അത്രേ ഉള്ളൂ ഈ ഗസനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഈ ഗസ എന്ന് പറയുന്ന ആ രാജ്യത്ത് അല്ലെങ്കിൽ ആ ഒരു സ്പേസിൽ പോയിട്ട് ഇങ്ങനെ അണുബോംബോ ആണവായുധമൊക്കെ പ്രയോഗിക്കുകയാണെങ്കിൽ അത് ഇസ്രയേലിൽ തന്നെ അല്ലേ പൊട്ടുക. അപ്പൊ അതുകൊണ്ട് ഏതായാലും നടക്കൂല. ഞാൻ ചിന്തിച്ചു നോക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റഷ്യയിലുള്ള പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, അയാൾ ഭയങ്കര മാനവികത അല്ലെങ്കിൽ എന്താ പറയാ, ഇതിപ്പം ഒരുപാട് അയാളുടെ പ്രസ്താവന നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഒരിക്കലും ഈ ഉക്രൈനിലുള്ള സിവിലിയൻസിനെ ഈ സംഭവം ഒന്നും ബാധിക്കാൻ പാടില്ല, അവർക്ക് എതിരെ ആക്രമണം നടത്താൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ. ഇപ്പൊ തിരിച്ചും നല്ല രീതിയിൽ പ്രത്യാക്രമണങ്ങൾ ഉക്രൈന്റെ ഭാഗത്തൊന്നും ഉണ്ടാവുന്നുണ്ട്, അത് വേറൊരു കാര്യമാണ്. പക്ഷെ എപ്പോഴോ ഈ പറയുന്ന ഉക്രൈൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് വിഴുങ്ങ റഷ്യക്ക് വേണമെന്നുണ്ടെങ്കിൽ റഷ്യ അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം അതല്ലെങ്കിൽ ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട് അമേരിക്ക അതാക്കും ഇതാക്കും. ഒന്നും നടക്കൂല. അമേരിക്കക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതെപ്പോഴോ അമേരിക്ക ചെയ്തു പോകേണ്ട സമയം കഴിഞ്ഞുപോയി. റഷ്യക്കെതിരെ അങ്ങനെ ഈ മറ്റേ ഇറാനെ അതല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും ഉത്തര കൊറിയനൊക്കെ ഇങ്ങനെ നെട്ടിച്ച് നിർത്തുന്ന പോലെ റഷ്യനെ നിർത്താൻ പറ്റുമെന്നുള്ളത് വിചാരിക്കേണ്ട, അത് വേറൊരു കാര്യമാണ്. അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. ഇപ്പം ഈ പറയുന്ന കാര്യം തന്നെ ഇപ്പൊ ഗസയിലുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മൾ ഇന്ത്യയിലുള്ള ആളുകൾ അല്ലെങ്കിൽ കുറച്ച് ഈ സംഘി മെന്റാലിറ്റി ഉള്ള കുറച്ച് ടീംസ് ഒക്കെ ഉണ്ട്. ഈ എന്താ പറയുക, ഈ ഗസയിലുള്ള ആളുകൾ മൊത്തത്തില് തീവ്രവാദികളാണ്, അവർ മരിക്കേണ്ട ആളുകളാണ്. അവിടുത്തെ സ്ഥിതി ഒന്ന് നോക്കണടാ. എന്താണ് അവിടുത്തെ സ്ഥിതി? ചെറിയ കുട്ടികളൊക്കെ ഈ ആകാശത്തേക്ക് തന്നെ എപ്പോഴും നോക്കിയിരിക്കണം. കാരണം ബോംബ് വരുന്നുണ്ടോ അല്ലെങ്കിൽ അറ്റാക്ക് വിമാനം വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നുകൊണ്ടേ ഇരിക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവർക്ക് വെള്ളമില്ല, ഭക്ഷണമില്ല, ഉറങ്ങാൻ മതിയായിരിക്കും ഒരു നേരം ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അവിടുത്തെ ജനങ്ങളൊക്കെ ഉള്ളത്. നമ്മുടെ ഇന്ത്യയിലെ ഗവൺമെന്റ് ഒരിക്കലും ഹമാസ് എന്ന് പറയുന്ന ഈ ഒരു സംഘടന ഒരിക്കലും തീവ്രവാദികൾ ആ ഒരു രീതിയിൽ കണക്കാക്കപ്പെട്ടിട്ടില്ല. ഈ അമേരിക്ക അതല്ലെങ്കിൽ കുറച്ച് പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ ഈ പറയുന്ന രീതിയിൽ ഹമാസ് എന്ന് പറയുന്ന ഈ ഒരു സംഘടന തീവ്രവാദികളുടെ ഒരു സെറ്റപ്പാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അത് എന്താ നമുക്ക് അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ വീട്ടിലെ പട്ടി, പൂച്ച, കോഴി അല്ലെങ്കിൽ അമ്മ, അച്ഛൻ അല്ലെങ്കിൽ കുട്ടികൾ, മക്കള്, പെണ്ണുങ്ങൾ, ഭാര്യ, അങ്ങനെ ഒരു കുടുംബമായി താമസിക്കുന്ന ഒരു സമയത്ത് നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ നമ്മളെ വീടിനെ ചുറ്റി വളഞ്ഞുകൊണ്ട് കുറെ ആളുകൾ ആക്രമിക്കുകയാണ്. അപ്പൊ അതിനെ ഏതെങ്കിലും രീതിയിൽ പ്രതിരോധിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെതിരെ പ്രത്യാക്രമണങ്ങൾ നടത്തുന്ന സമയത്ത് ഏത് രീതിയിലാണോ നമ്മൾ ആ ഒരു സമയത്ത് അവിടെ തീവ്രവാദികളാവുകയാണോ അതല്ലെങ്കിൽ നമ്മളവിടെ പ്രതിരോധികളാണോ, എന്തായിരിക്കും അവിടെ ആവുന്നത്? ആ രീതിയിലൊന്നും ഇവിടെയുള്ള കുറെ ഈ മറ്റേ ശാഖയിലൊക്കെ പോയിരുന്നു കണ്ട് മുഖ്യ ഗുഹ്യാസന ശാന്തകളുടെ അടിമകൾ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല. അത് വേറൊരു കാര്യമാണ്. അത് എന്തോ ആയിക്കോട്ടെ, അത് ഒരു പ്രത്യേക താല്പര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഞാനിങ്ങനെ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു ക്രൂരത നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരം തന്നെയാണ്. കാരണം ഇത് ഓരോ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു രീതിയിൽ എന്താ പറയുക, ഇപ്പൊ ഇറാൻ അങ്ങനെ ആക്കും, ഇറാൻ ഇത് ചെയ്യും, ഇറാൻ അതോ വലത്താൻ പോകുന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. കാരണം ഏതെങ്കിലും ഒരു വിഷയത്തിന് മേലെ ഇപ്പം ഈ ഒരു രാജ്യം അവരുടെ ഒരു തീരുമാനം എടുക്കാണ്ട് പോയി ആക്രമിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വെട്ടിത്തരായിപ്പോ. പ്രത്യേകിച്ച് ഇസ്രയേലിനെ പോലെ ഒരു രാജ്യം എന്ന് പറയുമ്പോൾ ഇറാന്റെ അടുത്ത് ഈ ഇസ്രയേലും അല്ലെങ്കിൽ ഇറാനും നേർക്ക് നേരെ ഒരു അടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ റഷ്യ ഉണ്ടാവും, ചൈന ഉണ്ടാവും, ഉത്തര കൊറിയ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടെ ഈ ഇസ്രയേലിന്റെ ഭാഗത്തും കുറെ ടീംസ് ഒക്കെ ഉണ്ട്. അമേരിക്ക അതല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങൾ മൊത്തം എല്ലാം ഉണ്ടാവും. അപ്പൊ ഈ അമേരിക്കയും ബാക്കി പാശ്ചാത്യ രാജ്യങ്ങളൊന്നും ഇല്ലാതെ ഇസ്രയേൽ ഏതെങ്കിലും രീതിയിൽ ഒരു യുദ്ധം ഇറാനായിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഈ പറയുന്ന ഇസ്രയേല് സത്യത്തിൽ ഒരു എട്ടുകാലിന്റെ വല മാത്രമാണ് എന്നുള്ളത് ഈ ലോക ജനതകൾക്ക് ബോധ്യവും. ഇപ്പൊ അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ ലൈവായിട്ട് കാണുന്നതാണ്. കാരണം അവിടെയുള്ള ക്രൂരതകളും അവിടുത്തെ കുട്ടികളുടെ കുറെ അവസ്ഥയും, കുട്ടികളൊക്കെ ഏത് നേരം മേലോട്ട് നോക്കി നിന്നിട്ട് അതൊക്കെ പോട്ടെ, അങ്ങനെ ഒരു യുദ്ധം നടക്കുമ്പോൾ അതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അവിടെയുള്ള കുട്ടികൾക്ക് ഒരു തുള്ളി വെള്ളമോ അതല്ലെങ്കിൽ അവർക്ക് ഒരു നേരം നല്ലപോണോ ഉറങ്ങാനോ ഇത്തിരി ഒരു മനസ്സമാധാനോ സന്തോഷം കുട്ടികളുടെ മനസ്സെങ്ങനെയാണ് ഉണ്ടാവുക? അവർക്ക് ഏതെങ്കിലും ഒരു ചോക്ലേറ്റോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും കളിപ്പാട്ടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവമൊക്കെ അവരെ ആകർഷിക്കുന്ന രീതിയിൽ കിട്ടുമ്പോഴേ ഉള്ളൂ. കുട്ടികളുടെ അതാണ്
അവരുടെ സന്തോഷം, അവരുടെ ലോകം അതാണ്. ഇത് വെറുതെ എനിക്ക് മനസ്സിലാവുന്നില്ലടാ. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലോകത്ത് ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടേ നിൽക്കുന്നുണ്ട് സദാസമയം. യൂണിവേഴ്സിറ്റികളിലും അതല്ലെങ്കിൽ യൂറോപ്പിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ മറ്റെന്താ പറയുക, ഈ ഇസ്രയേലിലെ ഈ കൂട്ടക്കുരുതിക്കെതിരെ, അതല്ലെങ്കിൽ ഈ വംശഹത്യക്കെതിരെ, അതല്ലെങ്കിൽ ഈ ജനസൈഡിനെതിരെ ഭയങ്കര രീതിയിൽ എപ്പോഴും പ്രതിഷേധങ്ങളാണ്. സർവ്വസമയം പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഒരുപാട് രൂപങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത് പല രീതിയിലും തന്നെ. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അതാ പറയണത്, ഈ ഇത്തിരി മനുഷ്യൻ അല്ലെങ്കിൽ ലേശം മനുഷ്യപ്പറ്റി അവര് മുസ്ലിങ്ങളാണ്, അതല്ലെങ്കിൽ മുസ്ലിങ്ങളെ മൊത്തം തീവ്രവാദികളാണെന്നൊക്കെ പറയുന്ന ടീംസിന് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമൊന്നും ആയിരിക്കില്ല. ഇപ്പൊ ഇസ്രയേലിലാണ് നേരെ തിരിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നതെങ്കിൽ കൂടെ ഈ മനുഷ്യരെല്ലാരും ഇങ്ങനെ തന്നെ ചിന്തിക്കുകയുള്ളൂ. നാളെ ഇസ്രയേലിന് ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ഗതി വരും ഒന്നുകൂടെ ആയില്ല. കാരണം ഇപ്പൊ തന്നെ നമുക്കറിയാം, ഈ ബങ്കറിന്റെ ഉള്ളിലാണ് ഇസ്രയേലിലെ ജനങ്ങൾ അധികം സമയം ഉണ്ടാവുക. അവിടുത്തെ ഭരണകൂടം ബങ്കറിന്റെ അടിയിലാണ് ഉണ്ടാവുക. പിന്നെ ഈ ഹമാസ് എന്ന് പറയുന്ന ടീംസ് ഇവരുടെ ഈ ഇസ്രയേലിന്റെ ഏറ്റവും ആധുനിക ടാങ്ക് എന്നറിയപ്പെടുന്ന ആ ടാങ്ക്, മെർക്കോവ ടാങ്ക് ഒക്കെ അടിച്ച് പൊളിക്കുകയാണ് പപ്പടം പോലെ. ഇതൊക്കെ ലോകം ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. പണ്ട് ഇസ്രയേലിന്റെ ഒരു 6 days വാറിനെ കുറിച്ചൊക്കെ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അന്ന് 6 അറബ് രാജ്യങ്ങളെ ഈ ഇസ്രയേൽ എന്ന് പറഞ്ഞ ആ ഒരു രാജ്യം 6 ദിവസം കൊണ്ടാണ് ഓടിച്ചിട്ടുള്ളത്. ആ കഥകളൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ അത് തന്നെയാണ് നമ്മുടെ ഇസ്രയേൽ എന്നുള്ളൊരു വിചാരം. അത് എല്ലാ സമയത്തും നന്നാവില്ല, അതായിരിക്കില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഉക്രൈന്റെ മേലെ ഇപ്പം ഈ റഷ്യ ആക്രമിക്കുന്നത് അതൊക്കെ ഒരു പരിമിതിക്കുള്ളിൽ നിന്ന് മാത്രമാണ്. അവിടെ അമേരിക്ക എന്തോ അതാക്കും ഇതാക്കും മറ്റത് ഇത് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടെ അമേരിക്ക ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അമേരിക്കക്ക് എന്തെങ്കിലും ചെയ്യാൻ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ എപ്പോഴോ ചെയ്തു പോകേണ്ട സമയം അതിക്രമിച്ചു പോയിട്ടുണ്ട്. ഇപ്പൊ ഈ പുടിൻ തന്നെ പറയുന്ന കാര്യം എന്നാണ്, ഒരിക്കലും അവിടെയുള്ള സിവിലിയൻസിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ അവർക്കെതിരെ എന്തെങ്കിലും ആക്രമണമോ കാര്യങ്ങളോ ഉണ്ടാവരുത്. അത് വളരെ രീതിയിൽ ശ്രദ്ധിക്കണം എന്നുള്ള ആ ഒരു രീതിയിൽ എപ്പോഴും പുടിൻ അഭിസംബോധിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മറ്റേ ഈ ബെഞ്ചമിൻ നെതന്യാഹു ഒക്കെ ആയിരുന്നെങ്കിൽ റഷ്യയിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആ യുക്രൈൻ എന്ന് പറഞ്ഞ രാജ്യം അവിടെ അണുബോംബ് ഇട്ട് ആകെ നാശം നസൂലാക്കി ഇട്ടു. ഇപ്പൊ ഈ പറയുന്ന റഷ്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് എന്താണ് അണുബോംബ് ഇല്ലാഞ്ഞിട്ടാണോ? അമേരിക്കനെക്കാട്ടും ഡബിൾ പവറിൽ അണുബോംബ് അണുവായുധ ശേഖരങ്ങളുള്ള ഒരു രാജ്യമാണ് റഷ്യ. അണുവായുധത്തിന്റെ കാര്യത്തിലാട്ടോ, മിലിറ്ററി അല്ലെങ്കിൽ മൊത്തത്തിൽ ആർമി ബേസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക ആയിരിക്കും ടോപ്പ്. 2ാം സ്ഥാനത്ത് റഷ്യ, 3 ചൈന, 4 ഇന്ത്യ. ആ ഒരു ലെവലിലാണ്. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് മനസ്സിലാകത്ത നമ്മുടെ ഇന്ത്യയിൽ കുറെ ഈ ശാഖയില് എന്താ പറയാ മറ്റേ മുഖ്യ ഗുഹ്യാസന ശാന്തകളുടെ മറ്റേ താങ്ങി നടക്കുന്ന ആളുകൾക്കൊക്കെ ഈ പറയുന്ന ഹമാസുള്ള അല്ലെങ്കിൽ ഈ പലസ്തീനിലുള്ള മൊത്തം കുട്ടികളും സ്ത്രീകളും എല്ലാവരും തീവ്രവാദികളാണ്. ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ നമ്മളെ ഈ പറയുന്ന ചാണകങ്ങൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ശാഖശാന്തകളുടെ വീടിന് നേരെ ഈ രീതിയിൽ കുറച്ച് ആളുകൾ ഒന്ന് ആക്രമിക്കുമ്പോൾ ഈ രീതിയിൽ ചിന്തിച്ചു നോക്കിയാൽ മതി. ആരുടെ വീട്ടിൽ അങ്ങനെ അക്രമണ കാര്യങ്ങളൊന്നും ഉണ്ട്. അതൊരു ഉദാഹരണം മാത്രം പറയാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പം ഈ ചാണകങ്ങൾ ഏത് ഈ രീതിയിൽ പ്രതിരോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ വേറെ കുറെ കാസപ്പൊട്ടന്മാരുണ്ട്, അതും കൂടി എടുത്ത് പറയേണ്ട കാര്യമാണ്. അപ്പൊ ഈ കാസപ്പൊട്ടന്മാരൊക്കെ അങ്ങനെ ഏതൊക്കെ രീതിയിൽ പ്രതിരോധിക്കാൻ നിൽക്കുകയാണെന്നല്ല, അവിടെ കാസപ്പൊട്ടന്മാരും അല്ലെങ്കിൽ പറയുന്ന ചാണകങ്ങളും എല്ലാവരും കൂടെ ഈ തീവ്രവാദികളാവുകയാണോ ചെയ്യുക? അല്ലെങ്കിൽ അവര് ഡിഫൻഡർമാരോ പോരാളികളോ എന്തായിരിക്കും അവിടെ? എനിക്ക് മനസ്സിലാവുന്നില്ലടാ. ഇത് എന്തായാലും ഉറപ്പാണ്, ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യം ഇനി വല്ലാതെ ഒന്നും ഉണ്ടാവില്ല. കാരണം ആ ഒരു നമ്മുടെ ഈ ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യം ഒരു 8 വല മാത്രമാണ് എന്നുള്ളത് ലോകം മനസ്സിലാക്കാൻ അധികം കാലത്തിന്റെ ഒരു സമയമൊന്നും ആവശ്യമില്ല. കാരണം ഈ അഹങ്കാരം എന്നൊക്കെ പറയുമ്പം അല്ലെങ്കിൽ ഒരു തരത്തിലും പ്രതിരോധിക്കാൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു ഗസയിലുള്ള മനുഷ്യന്മാർ. അവരിപ്പോഴാണോ ഒന്ന് ഏതെങ്കിലും രീതിയിൽ കുറച്ച് പ്ലാനൊക്കെ ചെയ്ത് കണ്ട് ബങ്കറിന്റെ ഉള്ളിലും അതിൽ ഈ ടണലുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ആക്രമിക്കാനൊക്കെ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോഴാണ് ഈ ഗ്രനേഡ് ഒക്കെ വെച്ചുകൊണ്ട് ഇവർ ആക്രമിക്കാൻ തുടങ്ങുന്നത്. പണ്ടൊക്കെ ഈ കാറ്റ്ഫൂൾ വെച്ചിട്ടും അതല്ലെങ്കിൽ കല്ലെടുത്ത് എറിഞ്ഞിട്ടൊക്കെ ആയിരുന്നു ഇവര് പ്രതിരോധിച്ചിരുന്നത്. ആ രീതിയിൽ നിന്ന് ഇപ്പൊ ഈ ലെവലിലൊക്കെ ആയിട്ടുണ്ട്. അതിന് ഈ പറയുന്ന ഉത്തര കൊറിയയും അല്ലെങ്കിൽ ചൈനന്റെ, ഇറാന്റെ, റഷ്യന്റെ ഈ പറയുന്ന ആയുധങ്ങളൊക്കെയാണ് ഈ പറയുന്ന ഹമാസ് ഉപയോഗിക്കുന്നത് എന്നത് കൂടെ വേറൊരു കാര്യമാണ്. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അപ്പൊ അതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അടുത്ത് എന്തെന്നാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു മിഡിൽ ഈസ്റ്റിൽ തുടങ്ങുന്ന ഒരു സംഭവമായിരിക്കും. അതല്ലെങ്കിൽ ഈ റഷ്യ ഉക്രൈൻ ലെവലിലായിരിക്കും. എങ്ങനെ ആയാലും ഒരു ലോകമഹായുദ്ധം 3ാമത്തതൊന്ന് വരാൻ പോവുകയാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ അനുമാനം അങ്ങനെയാണ്. കാരണം ഇപ്പോൾ ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മള് എന്താ പറയുക, ആ സമയത്ത് ഇന്ത്യ ആരുടെ കൂടെ നിൽക്കും എന്നുള്ളത് വേറൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യ
അമേരിക്കൻ ചേരിയുടെ കൂടെ ആയിരിക്കുമോ അതല്ലെങ്കിൽ റഷ്യന്റെ കൂടെ ആയിരിക്കുമോ എന്നുള്ളത് പറയാൻ പറ്റൂലല്ലോ. എന്താണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മളെല്ലാവരും പഠിക്കണുള്ളൂ. അത് നമുക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയൊക്കെ സ്വയം വരുമ്പോഴേ ഉള്ളൂ ആരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതിയിൽ സങ്കല്പിച്ച് നോക്കാനെങ്കിലും പറ്റും. അത് വേറൊരു വാസ്തവമാണ്.